സോ 15,000 രൂപ റേഞ്ചിലെ ബെസ്റ്റായിട്ടുള്ള ഫോൺസ് ഏതൊക്കെയാണ്? നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ 4 ബെസ്റ്റ് ഫോൺസിനെ പറ്റിയാണ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കൂളായിട്ടൊന്നും പറഞ്ഞ് ടൈം വേസ്റ്റ് ഇല്ല. അപ്പോൾ നേരെ വീഡിയോയിലോട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഒരു ഫോൺ എന്ന് പറഞ്ഞാൽ റിയൽമിയുടെ P1 ആണ്. P1 നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർഡ് കൊടുക്കുന്നുണ്ട്, പോയിട്ട് കാണാം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയിട്ട് കാണാം, താല്പര്യമില്ലെങ്കിൽ പോയിട്ട് കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ബിൽഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD അമോലെഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ബെസ്റ്റായ ഡിസ്പ്ലേ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ ക്യാമറ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 2 MB മാക്രോ ക്യാമറ കൊടുത്തിട്ടുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ, 4K വീഡിയോ റെക്കോർഡിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എന്തായാലും വേണ്ട ഒരു ആവശ്യമാണല്ലോ. എല്ലാ ഫോണിലും ഉണ്ടാകുന്ന കാര്യമാണ് 4K വീഡിയോ റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ഫോണിലും അതുണ്ട്. ദെൻ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ മിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7050 എന്ന ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസറാണ് ഈ ഒരു ഫോണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് നമുക്ക് പറയാനില്ല. ഓൾമോസ്റ്റ് 6 lakhിൻ്റെ എബോ ആയിട്ടാണ് ആൻറ്റു ബെഞ്ചുമാർക്ക് സ്കോറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. സോ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടുള്ള ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ റിയൽമി P1 ആണ്. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും പറയാനില്ല. ദെൻ ബാറ്ററി 5000 mAh ബാറ്ററി, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇൻ ദ ബോക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഒരു റിയൽമിയുടെ ഫോൺ അല്ലെങ്കിൽ ഒരു ഗെയിമിങ്ങിനായിട്ടാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ റിയൽമി P1 നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റായുള്ള ഓപ്ഷനാണ്. വേറൊരു ഫോൺ നോക്കേണ്ട ആവശ്യമില്ല, റിയൽമി P1 പോകാവുന്നതാണ്. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ സാംസങ്ങിൻ്റെ ആണ്. സാംസങ്ങിൻ്റെ F50 അല്ലെങ്കിൽ M15 രണ്ടും സെയിം ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ആ ഒരു പേരിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ബിൽഡ് കാണാൻ നല്ല പ്രീമിയം ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 90 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ തന്നെ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 15 MB പ്രൈമറി ക്യാമറ, 5 MP അൾട്രാ വൈഡ് ക്യാമറ, 2 MB മാക്രോ ക്യാമറയും വരുന്നുണ്ട്. സെൽഫി ആണെങ്കിൽ 30 MP സെൽഫി ക്യാമറ വരുന്നുണ്ട്. ഇറ്റ്സ് ഗുഡ്. പിന്നീട് പ്രോസർ ആണെങ്കിൽ മിയടെക്കിൻ്റെ ഡയമൻസിറ്റി 6100+ എന്ന ഒരു നോർമൽ, കുഴപ്പമില്ലാത്ത നല്ല പെർഫോമൻസ് തരുന്ന ഒരു നോർമലായിട്ടുള്ള പ്രോസറാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ബാറ്ററി പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് വരുന്നില്ല, സെപ്പറേറ്റ് വാങ്ങേണ്ടി വരും. ബട്ട് അത് ഓഫറിലൊക്കെ നമുക്ക് ചെറിയ 299 രൂപ റേഞ്ചിലൊക്കെ തന്നെ കിട്ടാനുണ്ട്. അപ്പം ബോക്സിനകത്ത് ചാർജർ വരുന്നില്ല, എക്സ്ട്രാ വാങ്ങേണ്ടി വരും. സോ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ്ങും കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ചാർജിങ്, നല്ലതെന്നല്ല, കുഴപ്പമില്ലാത്ത ഫാസ്റ്റ് ചാർജിങ്, നല്ല ബാറ്ററിയും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്, നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ്. അതായത് 13,000 രൂപ റേഞ്ച് മാത്രമേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ. സാംസങ്ങിൻ്റെ ഒരു ബെസ്റ്റ് ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ T3X ആണ്. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആണ് ബിൽഡ് വരുന്നത്. 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കൊടുത്തിട്ടുണ്ട്. 15 MB പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. 2 MB ഡെപ്ത് ക്യാമറയാണ് റിയറിൽ കൊടുത്തിട്ടുള്ളത്. 8 MP സെൽഫി ക്യാമറ മാത്രമേ വരുന്നുള്ളൂ. 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. പിന്നീട് പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ കോൾകോം സ്നാപ്ഡ്രാഗൻ്റെ 6 Gen 1 എന്ന പ്രോസറാണ് വരുന്നത്. ആൻറ്റു സ്കോർ എന്ന് പറയുന്നത് 5,16,000 എബോ ആയിട്ടാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. പിന്നീട് ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ നല്ല ഫാസ്റ്റ് ചാർജിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഗുഡായിട്ടുള്ള വിവോയുടെ ഒരു നല്ലൊരു ഫോൺ തന്നെയാണ് ഈ ഒരു T3X എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. സോ അതിലൊന്നും സംശയവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സോ വിവോയുടെ ഫോൺസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ T3X ഇറ്റ്സ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ദെൻ അടുത്തൊരു ഫോൺ എന്ന് പറയുന്നത് മോട്ടോറോള ഫോണാണ്, മോട്ടോ G64 5G. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ ഈ പറയുന്ന എല്ലാ ഫോണിൻ്റെയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ തന്നെ കാർഡ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന് ശേഷം പോയിട്ട് കാണോ കാണാതിരിക്കുകയോ എന്തുവേണം ചെയ്തോ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പോയിട്ട് കാണാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ മോട്ടോ G64 വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെയാണ് ബിൽഡ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD IPS LCD പാനലാണ് കൊടുത്തിട്ടുള്ളത്. 90 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. പിന്നീട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ 15 MB പ്രൈമറി ക്യാമറ, 8 MP അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട്. 16 MB ആണ് സെൽഫി ക്യാമറ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പെർഫോമൻസ് ആണെങ്കിൽ തന്നെ മിയടെക്കിൻ്റെ ഡയമൻസിറ്റി 7050, അതായത് നേരത്തെ പറഞ്ഞ
നേരത്തെ പറഞ്ഞ റിയൽമി P1 വന്ന അതേ സെയിം ആയിട്ടുള്ള ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിലെ ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു മോട്ടോറോള ഫോണിലും കൊടുത്തിട്ടുള്ളത്. സോ ഗെയിമിങ്ങിനാണെങ്കിൽ ഇതും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. സോ നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. ബാറ്ററി ആൻഡ് ഫാസ്റ്റ് ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ 6000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ബോക്സിനകത്ത് തന്നെ വരുന്നുണ്ട്. സോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 15000 രൂപ റേഞ്ചിൽ നമുക്ക് ഏറ്റവും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള 2 ഫോണാണ്. ഒന്ന് റിയൽമിയുടെ P1 പിന്നൊന്ന് മോട്ടോറോളയുടെ മോട്ടോ G64 5G ആണ്. സോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് വരുന്ന ഫോൺ. സാംസങ് ആണെങ്കിൽ നല്ല ബെസ്റ്റ് ഡിസ്പ്ലേ സെറ്റപ്പ്, അതിപ്പം റിയൽമിയിലും വരുന്നുണ്ട്. ബട്ട് കുറച്ചും കൂടെ നല്ല ക്യാമറ വരുന്നുണ്ട്. വിവോ T3Xും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ഫോൺ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങാവുന്നതാണ്. ഇതാണ് 4 ബെസ്റ്റ് ഫോൺസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നുള്ളത്. വേറെ ഏതെങ്കിലും ഫോൺസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ദിസ് ഈസ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.